ഹായ് എല്ലാവർക്കും നുമിസ്മാറ്റിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ കളക്ഷനിലൊക്കെ ഒരുപാട് പേര് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള കറൻസി കളക്ഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പുതുതായിട്ട് കളക്ഷൻ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് പുതുതായിട്ട് കളക്ഷൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, കുട്ടികളോ അല്ലെങ്കിൽ മുതിർന്നവരോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇന്ത്യൻ നോട്ട്സ് കൂടെ കളക്ഷൻ ചെയ്യാൻ ശ്രമിക്കുക. ഇന്ത്യൻ ബാങ്ക് നോട്ട്സ് എന്ന് പറയുന്നത് ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസിന് കിട്ടാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു തീം ബാറ്റിക്, അതുപോലെ തന്നെയാണ് കറൻസിയുടെ പല പല ഡിഫറെൻറ്റ് ടൈപ്പ് വരുന്നുണ്ട്. ആ ഒരു കറൻസിക്ക് വാല്യൂ കൂടി വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും പുതുതായിട്ട് കളക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്ന ഈ ഒരു കറൻസിയൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും കിട്ടുവാണെങ്കിൽ ആ ഒരു കറൻസി കളക്ഷൻ ചെയ്യാൻ ശ്രമിക്കുക, നിങ്ങളുടെ കളക്ഷനിലൊക്കെ ആഡ് ചെയ്യുക. നമുക്ക് ആ ഒരു ഇന്ത്യൻ ബാങ്ക് നോട്ട്സ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ആ ഒരു കറൻസി ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പിൽ വരുന്ന ഒരുപാട് ഇന്ത്യൻ കറൻസിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു ₹1 കറൻസിയാണ്. അപ്പോൾ ഈ ഒരു ₹1 കറൻസിയിൽ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് വരുന്നുണ്ട്. സിഗ്നേച്ചർ വരുന്നുണ്ട്. അതുപോലെ തന്നെ 10,000-14,000 രൂപയൊക്കെ വില വരുന്ന ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പിൽ വരുന്ന കറൻസിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്ന ഒരു കറൻസിയാണ്. ഈ ഒരു കറൻസിയുടെ സിഗ്നേച്ചറൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തുക. ഈ ഒരു സിഗ്നേച്ചറും അതുപോലെ തന്നെ പ്രഫിക്സ്, ഇൻസെറ്റ്, ഇങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പൊക്കെ വരുന്നുണ്ട്. ഈ ഒരു കറൻസിക്ക് വില കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ₹1 കറൻസിക്ക് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഈ ഒരു കറൻസിയൊക്കെ കളക്ഷൻ ചെയ്യാൻ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കോൺടാക്ട് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് തീർച്ചയായും അതിനുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഈ ഒരു കറൻസി ₹1 കറൻസിയാണ്. ഈ ഒരു കറൻസി ഇതുപോലത്തെ കറൻസിയൊക്കെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. അതൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ കളക്ഷൻ ചെയ്യുക. ഈ ഒരു കറൻസി ₹2 കറൻസിയാണ്. അപ്പോൾ ഈ ഒരു കറൻസിയിൽ അത്യാവശ്യം നല്ലൊരു വില വരുന്ന കറൻസി ഉണ്ട്. നിങ്ങൾ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയത്തില്ല. ₹2 കറൻസിക്ക് ഏകദേശം 8,000 രൂപയൊക്കെ മാർക്കറ്റ് വാല്യൂ വരുന്ന ₹2 കറൻസി ഉണ്ട്. ആ ഒരു കറൻസിക്ക് 8,000 രൂപ മാർക്കറ്റ് വാല്യൂ വരാൻ കാരണം ആ ഒരു കറൻസിയുടെ ലെറ്റേഴ്സ് സിഗ്നേച്ചറും തന്നെയാണ്. അപ്പോൾ ആ ഒരു കറൻസി ഞാൻ തീർച്ചയായും അടുത്തൊരു വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ ആ ഒരു വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാക്കാവുന്നതാണ്. ഈ ഒരു കറൻസി ₹2 കറൻസിയാണ്. ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ ₹2 കറൻസിയാണ്. പക്ഷേ ആ ഒരു കറൻസിയുടെ കളർ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഒരു കളർ വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു കറൻസിക്കും അത്യാവശ്യം വാല്യൂ വരുന്നുണ്ട്. ഈ ഒരു കറൻസി ₹5 കറൻസിയാണ്. വലിയ കറൻസിയാണ്. ഈ ഒരു കറൻസിക്കും അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റ് നല്ലൊരു വില വരുന്നുണ്ട്. ഈ ഒരു കറൻസി ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത കറൻസിയാണ്. ജസ്റ്റ് ഡസ്റ്റ് ആയിട്ടുള്ള ഒരു കറൻസിയാണ്. എന്നാലും കുഴപ്പമില്ല, നല്ലൊരു കണ്ടീഷൻ എനിക്ക് കിട്ടിയപ്പോൾ കളക്ഷനിലേക്ക് ആഡ് ചെയ്തതാണ്. അതുപോലെ ആ ഒരു കറൻസി സിഗ്നേച്ചർ നോക്കിയാണ് ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കറൻസിയും PC ഭട്ടാചാര്യ എന്ന് പറയുന്ന നമ്മുടെ ഗവർണർ സിഗ്നേച്ചർ ചെയ്ത കറൻസിയാണ്. ഈ ഒരു കറൻസിയുടെ സിഗ്നേച്ചറൊക്കെ മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴി കോൺടാക്ട് ചെയ്യുക. ഈ ഒരു കറൻസിയിൽ ഒരുപാട് ഡിഫറെൻ്റ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ തീർച്ചയായും അത് ഞാൻ അടുത്തൊരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഞാനൊരു കളക്ഷൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതുപോലുള്ളൊരു കറൻസിയൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുമെന്ന് പറയാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തിരുന്നത്. ഈ ഒരു കറൻസി നമുക്കിപ്പോൾ സർക്കുലേഷനിലില്ലെങ്കിൽ പോലും ആരുടെയെങ്കിലുമൊക്കെ കയ്യിൽ നിന്ന് ഈ ഒരു കറൻസി കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു കറൻസി റെയർ ആയിട്ടുള്ള കറൻസിയാണ്. ഈ ഒരു കറൻസിയുടെ വീഡിയോ ഞാൻ എൻ്റെ ചാനൽ വഴി ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ട് ആ ഒരു കറൻസിയുടെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ ഒരു കറൻസി ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കിട്ടാവുന്ന ഒരു കറൻസിയാണ്. ₹10 കറൻസിയാണ്. നമ്മുടെ ആദ്യത്തെ ₹10 ഇഷ്യൂ കറൻസി എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെയാണ് ഈ ഒരു കറൻസി. ഈ ഒരു കറൻസിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതൊരു കൊമമറേറ്റീവ് ഇഷ്യൂ കറൻസിയാണ്. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ആ ഒരു പിക്ചർ കൊടുത്തിരിക്കുന്ന കൊമമറേറ്റീവ് ഇഷ്യൂ കറൻസിയാണ്. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും. ആ ഒരു കറൻസിയുടെ പിറകിൽ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ആ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു കറൻസിയെ പറയുന്ന പേര് ഡയമണ്ട് ഇഷ്യൂ ₹10 കറൻസിയാണ്. ഈ ഒരു കറൻസിക്ക് ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു വില കിട്ടുന്ന കറൻസിയാണ്. ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു യൂണിറ്റ് കണ്ടീഷൻ കറൻസിക്ക് ഏകദേശം ₹300, ₹400 ഒക്കെ വരുന്നുണ്ട്. ചില ഇൻസെറ്റ് പ്രഫിക്സ് ഒക്കെ അനുസരിച്ച് ഈ ഒരു കറൻസിക്ക് വില കുറയുന്നുണ്ട്. ഈ ഒരു കറൻസി പീകോക്ക് ഇഷ്യൂ കറൻസിയാണ്. ഈ ഒരു കറൻസിക്കും വില കുറവാണ്. ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു സിഗ്നേച്ചറുള്ള കറൻസിക്ക് ഏകദേശം ₹60 മാർക്കറ്റ് വാല്യൂ ഉള്ളൂ. ₹60 മുതൽ ₹80 വരെയാണ് മാർക്കറ്റ് വാല്യൂ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കറൻസിക്കും നല്ലൊരു മാർക്കറ്റ് വാല്യൂ കുറവുള്ള ഒരു കറൻസിയാണ്. ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ₹40 മുതൽ ₹45 വരെയൊക്കെ മാർക്കറ്റ് വാല്യൂക്ക് നമുക്ക് കിട്ടാവുന്ന ഒരു കറൻസിയാണ്. അടുത്ത് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന കറൻസി നമ്മുടെ ഇപ്പോഴുള്ള ₹10 കറൻസിക്ക് മുന്നേ ഉണ്ടായിരുന്ന കറൻസിയാണ്. ₹10 നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹെഡ് ഫേസ് വരുന്ന കറൻസിയാണ്. ഈ ഒരു കറൻസിയുടെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് വരുന്ന കറൻസി ഉണ്ട്. ഈ ഒരു കറൻസിയിലും റെയർ കാറ്റഗറി വരുന്ന കറൻസി ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒരു കറൻസി കാണുക. ഈ ഒരു കറൻസി നമുക്കിപ്പോൾ സർക്കുലേഷനിൽ അവൈലബിൾ ആണ്. നല്ലൊരു യൂണിറ്റ് കണ്ടീഷൻ കിട്ടുവാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. ഈ ഒരു കറൻസി നമ്മുടെ ₹20 ഫസ്റ്റ് ഇഷ്യൂ കറൻസിയാണ്. അപ്പോൾ ഈ ഒരു കറൻസി ഫസ്റ്റ് ഇഷ്യൂ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ളൊരു ഇംഗ്ലീഷ് അക്ഷരം നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു കറൻസിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും ഞാൻ എൻ്റെ ഒരു വീഡിയോ വഴി ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ചാനൽ വഴി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു വീഡിയോ കാണുക. പാർലമെൻറ്റിലെ പിക്ചർ വരുന്ന കറൻസിയാണ്. അതുപോലെ തന്നെ ഈ ഒരു കറൻസി ₹20 ചക്രത്തിൻ്റെ ആ ഒരു പിക്ചർ വരുന്ന കറൻസിയാണ്. അപ്പോൾ ഈ ഒരു കറൻസിയുടെ കുറച്ച് കറൻസിയൊക്കെ വെച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നതാണ്. ഈ ഒരു ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അപ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു കറൻസി റെയർ ആയിട്ടുള്ള കറൻസിയാണ്. ₹50 വിത്തൗട്ട് ഫ്ലാഗ് വരുന്ന കറൻസിയാണ്.
അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ പാർലമെൻറ്റിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷേ അതിൻ്റെ മുകളിലായിട്ട് നമുക്കിവിടെ ഫ്ലാഗിൻ്റെ ഒരു പിക്ചർ ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കറൻസി എറർ കറൻസി എന്ന് പറയാറുണ്ട്. വിത്തൗട്ട് ഫ്ലാഗ് വരുന്ന ഒരു കറൻസിയാണെന്ന് പറയാറുണ്ട്. ഈ ഒരു കറൻസിയിൽ ഡിഫറൻറ്റ് ടൈപ്പിൽ വരുന്ന സിഗ്നേച്ചറൊക്കെ വരുന്നുണ്ട്. ആ ഒരു സിഗ്നേച്ചറിനൊക്കെ അനുസരിച്ച് ഒരുപാട് പ്രൈസ് വരുന്നുണ്ട്. ഞാനിപ്പോൾ 2 സിഗ്നേച്ചർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇത് KR പുരി ഗവർണർ, നമ്മുടെ ഗവർണറായിരുന്ന KR പുരി അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത 50 രൂപ നോട്ടും. ഈ ഒരു കറൻസി IG പട്ടേൽ അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ വരുന്ന കറൻസിയാണ്. IG പട്ടേലിൻ്റെ സിഗ്നേച്ചർ വരുന്ന കറൻസിക്ക് വില കുറവാണ്. ബാക്കി വരുന്ന സിഗ്നേച്ചറിനൊക്കെ അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിന് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വന്ന ഒരു കറൻസിയാണ് 50 രൂപയുടെ ഈ ഒരു കറൻസി. ഈ ഒരു കറൻസിക്കും അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് വരുന്നുണ്ട്. നല്ലൊരു UNC കണ്ടീഷൻ കറൻസിക്ക് ഏകദേശം 150 രൂപ മുതൽ 200 രൂപ വരെയൊക്കെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട്. ഇത് നമ്മുടെ ഇപ്പോഴും സർക്കുലേഷനിലുള്ള 50 രൂപ കറൻസിയാണ്. നല്ലൊരു UNC കണ്ടീഷൻ കിട്ടിയപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഈ ഒരു കറൻസി നമുക്ക് പെട്ടെന്ന് കിട്ടാമെന്നുള്ള ഒരു കറൻസിയാണ്. നല്ലൊരു UNC കണ്ടീഷൻ കിട്ടുവാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. ഈ ഒരു കറൻസിയുടെ പ്രിഫിക്സ്, ഇൻസെറ്റ് അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് റയർ കാറ്റഗറി വരുന്ന കറൻസി ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴി കോൺടാക്ട് ചെയ്യുക. ഈ ഒരു കറൻസി 100 രൂപയുടെ ഡയമണ്ട് ഇഷ്യൂ കറൻസിയാണ്. ഈ ഒരു 100 രൂപയുടെ കറൻസിക്ക് മുന്നേ ആയിട്ട് ഒരുപാട് 100 രൂപ ഡിഫറൻറ്റ് ടൈപ്പിൽ വരുന്ന കറൻസിയൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കറൻസിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. അതൊക്കെ മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ ചെയ്തിരുന്നതാണ്. ഈ ഒരു 100 രൂപയുടെ കറൻസിക്ക് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം 1000 രൂപ മുതൽ 1600 വരെ നല്ലൊരു UNC കണ്ടീഷൻ കറൻസിക്ക് 1600 വരെ മാർക്കറ്റ് വില വരുന്ന നല്ലൊരു ടൈമാണ്. പക്ഷേ ഈ ഒരു കറൻസിയുടെ സിഗ്നേച്ചർ അനുസരിച്ചും ഈ ഒരു കറൻസിയുടെ ഡിഫറൻറ്റ് ടൈപ്പ് വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു 10 രൂപ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പുറകിൽ നമ്മുടെ രാഷ്ട്രപിതാ മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ആ ഒരു പിക്ചർ വരുന്ന കറൻസി. ഇത് ഹിറാക്കുണ്ട് ഡാമിൻ്റെ ആ ഒരു പിക്ചർ വരുന്ന കറൻസിയാണ്. ഇതിൽ തന്നെ മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ നമ്മുടെ രാഷ്ട്രപിതാ മഹാത്മാഗാന്ധിയുടെ ആ ഒരു പിക്ചർ വരുന്നെങ്കിൽ ആ ഒരു കറൻസിക്ക് അത്യാവശ്യം മാർക്കറ്റ് നല്ലൊരു വില വരുന്ന കറൻസിയാണ്. ഈ ഒരു കറൻസിക്കും അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ വില വരുന്നുണ്ട്. ഏകദേശം ഒരു 200 രൂപ 240 രൂപയൊക്കെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട്. അടുത്ത നമ്മൾ പരിചയപ്പെടാൻ വന്ന ഈ ഒരു കറൻസിയാണ് സി രംഗരാജൻ സിഗ്നേച്ചർ ചെയ്ത നമ്മുടെ ഗവർണർ സിഗ്നേച്ചർ ചെയ്ത കറൻസിയാണ്. ഇതിനെ പിങ്ക് ഇഷ്യൂ എന്ന് പറയാം. ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ കറൻസിയും ഈ ഒരു കറൻസിയും ഏകദേശം ഒരുപോലെ ആയിരിക്കും. പക്ഷേ രണ്ടും തമ്മിൽ ഒരുപാട് ഡിഫറൻറ്റ് വെറൈറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെറൈറ്റീസ് എന്താണെന്നുള്ളത് നമുക്ക് തീർച്ചയായും ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാവുന്നതാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. ഇത് ഇപ്പോഴും നമ്മുടെ സർക്കുലേഷനിലുള്ള 100 രൂപ കറൻസിയാണ്. ഈ ഒരു കറൻസിക്കൊക്കെ ഇപ്പോഴും മാർക്കറ്റിൽ നമ്മുടെ ന്യൂമിസ്മാറ്റിക്സ് ആ ഒരു ഇതായിട്ട് നമുക്ക് പ്ലാറ്റ്ഫോമായിട്ട് ഏകദേശം ഈ ഒരു കറൻസിക്ക് നല്ലൊരു UNC കണ്ടീഷൻ കറൻസിക്ക് ഏകദേശം 200 രൂപ വരെയൊക്കെ മാർക്കറ്റ് വാല്യൂ കൊടുത്താൽ ഈ ഒരു കറൻസി കിട്ടത്തുള്ളൂ. നല്ലൊരു UNC കണ്ടീഷൻ കറൻസിക്ക് ഈ ഒരു കറൻസിക്ക് നമുക്ക് സർക്കുലേഷനിൽ നിന്ന് കിട്ടാൻ ചാൻസ് കൂടുതലാണെന്നല്ല, ഇപ്പോഴും സർക്കുലേഷനിൽ ഒരുപാട് ഈ ഒരു കറൻസി ഉണ്ട്. ഈ ഒരു കറൻസി 500 രൂപ നമ്മുടെ ആദ്യത്തെ ഇഷ്യൂ 500 രൂപ കറൻസിയാണ്. ഈ ഒരു കറൻസിക്ക് നല്ലൊരു വില തന്നെ കിട്ടാവുന്ന കറൻസിയാണ്. നല്ലൊരു UNC കണ്ടീഷൻ കറൻസിക്ക് ഏകദേശം 2500 രൂപ 3000 രൂപയൊക്കെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു കണ്ടീഷൻ കറൻസിയാണ്. അതുപോലെ തന്നെ ഈ ഒരു കറൻസി സെക്കൻഡ് ഇഷ്യൂ 500 രൂപ സെക്കൻഡ് ഇഷ്യൂ രണ്ടാമത് ഇറക്കിയ ഇഷ്യൂ ആണ്. ഗ്രേ ഇഷ്യൂ എന്ന് പറയും. ഈ ഒരു കറൻസിക്കും അത്യാവശ്യം മാർക്കറ്റിൽ ഇപ്പോൾ നല്ലൊരു വില തന്നെ കിട്ടാവുന്ന കറൻസിയാണ്. ഏകദേശം 300 രൂപ 350 രൂപയൊക്കെ പ്രൈസ് വരുന്നുണ്ട് മാർക്കറ്റിൽ. ഈ ഒരു കറൻസി ലാസ്റ്റ് ഇഷ്യൂ കറൻസിയാണ്. 500 രൂപ നമ്മുടെ നിർത്തലാക്കിയ 500 രൂപ ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ നിർത്തലാക്കിയ 500 രൂപ കറൻസിയാണ്. ഈ ഒരു കറൻസിക്ക് വില കുറവാണ്. ഈ ഒരു കറൻസിക്ക് നമുക്ക് 60 രൂപയ്ക്കും കിട്ടാം, 80 രൂപയ്ക്കും കിട്ടാം, ചിലപ്പോൾ നമുക്കൊരു 120 രൂപ 160 രൂപ പ്രൈസ് റേഞ്ചിനും കിട്ടാം. ഈ ഒരു കറൻസിയുടെ പ്രിഫിക്സ്, ഇൻസെറ്റ്, സീരിയൽ, സിഗ്നേച്ചർ ഇതിനൊക്കെ അനുസരിച്ച് ഈ ഒരു കറൻസിയുടെ വില മാറി വരുന്നതാണ്. അതൊക്കെ നമ്മൾ കാറ്റലോഗ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ റെഫർ ചെയ്ത് കളക്ഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇത് നമ്മുടെ നിർത്തലാക്കിയ 1000 രൂപ നോട്ടാണ്. ഈ ഒരു കറൻസിക്കും അത് ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു വില വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കറൻസിക്കൊക്കെ വില കുറവായിരുന്നു. ഏകദേശം ഒരു 100 രൂപ 180 രൂപ പ്രൈസ് റേഞ്ചിനൊക്കെ ഈ ഒരു കറൻസി നമുക്ക് കിട്ടുമായിരുന്നു. ഇപ്പോൾ ചെറിയൊരു വിലയൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു 1000 രൂപ കറൻസിയൊക്കെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിലും നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യും. ഈ ഒരു കറൻസി ചിലപ്പോൾ പലരുടെ പേഴ്സിലൊക്കെ കാണുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള കറൻസിയൊക്കെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾ വില കുറഞ്ഞ രീതിയിൽ കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക. നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള കറൻസിയൊക്കെ നമുക്ക് ചിലപ്പോൾ നമ്മുടെ പഴയ ഫ്രണ്ട്സോ അല്ലെങ്കിൽ പഴയ ആൾക്കാരോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതുപോലുള്ള കറൻസിയൊക്കെ നിങ്ങൾക്ക് തുടക്കക്കാർക്കൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. അതുവഴി നിങ്ങളുടെ കളക്ഷൻ മുന്നിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ നിങ്ങളുടെ കളക്ഷനിലേക്ക് ഇതുപോലെ തന്നെ ഈ ഒരു ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയ കറൻസിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.